നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മണിയാറൻകുടിയിൽ നടന്നു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. രാസലഹരിയുടെ പിടിയിലമരുന്ന കുട്ടികളെ രക്ഷിക്കാൻ കായിക രംഗത്തിന് മാത്രമേ കഴിയൂ എന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗധ്വനി 2025 തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇടുക്കി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മണിയാറൻകുടിയിൽ നടന്നു. മണിയാറൻകുടി ടൗണിൽ നടന്ന സമ്മേളനം സംസ്ഥാന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. ഹൈറേഞ്ചിലെ കാർഷിക കുടിയേറ്റത്തിന് ചരിത്ര സാക്ഷ്യം വഹിച്ച ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ പാതയാണ് ഇടുക്കി മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ്. ജില്ലാ ആസ്ഥാനത്ത് നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തൊടുപുഴയിൽ എത്തിച്ചേരാൻ കഴിയുന്ന റോഡിന്റെ നിർമ്മാണം ഏറെ കാലങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയമ തടസ്സങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചതോടെ നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോയി. മന്ത്രി റോഷി അഗസ്റ്റിനും MP ഡീൻ കുര്യാക്കോസും ഇടപെട്ട് സർക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് റോഡ് നിർമ്മാണത്തിന് സാധ്യത തെളിഞ്ഞത്. സംസ്ഥാന വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PMGSY പോലുള്ള പദ്ധതികളാണ് അഭികാമ്യമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് 2 വീഴ്ചകളിലായി നിർമ്മാണം നടത്തുന്നതിന് 14.82 കോടി രൂപ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് മന്ത്രി റോഷി അഗസ്റ്റിനും മുൻകൈ എടുത്തുകൊണ്ട് അനുവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യത്തിൽ അവരെ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുക. MP ഡീൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവാട്ട്, കോതമംഗലം DFO സൂരജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചൻ നേർനാംകുന്നേൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി സുനിൽ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോർജ് പോൾ വക്കച്ചൻ, വയലിൽ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ഇതിനെതിരെ UDF അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും PMA സലാം തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വഖഫ് വിധി സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ജനപ്രതിനിധികളെ പോലും ആക്രമിക്കുന്ന നിലയിലേക്ക് പോലീസിനെ മാറ്റിയിരിക്കുകയാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും പാർലമെന്റ് അംഗത്തിന് മർദ്ദനമേൽക്കാൻ ഇടയാക്കിയതിലൂടെ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നതിന്റെ സൂചനയാണ് വ്യക്തമാകുന്നത്. ഇതിനെതിരെ UDF അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും PMA സലാം തൊടുപുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. CPMന്റെ ഗുണ്ടകളും പോലീസും കൂടിച്ചേർന്നിട്ടാണ് മർദ്ദിക്കുന്നത്. ഇതിനു മുമ്പ് നേരത്തെ ജനപ്രതിനിധികളെ മർദ്ദിച്ചിട്ടുണ്ട്. ഒരുപാട് അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിരപരാധികളായ ആളുകളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി 3-ാം മുറ കാണിക്കുന്ന ഒരുപാട് വീഡിയോകളും ചിത്രങ്ങളും. കേരളത്തിലെ പോലീസ് സത്യത്തിൽ അവർ നല്ല ശിക്ഷണം കിട്ടിയ നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. പക്ഷേ ഇവർ ഭരണത്തിൽ കയറി ഈ 10 വർഷം അവരെ ദുരുപയോഗം ചെയ്തു. അവരെ സംസ്ഥാനത്തിന് കൊള്ളരുതാത്തവരാക്കി മാറ്റിയതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പോലീസ് എന്തായിരിക്കും, ക്രമസമാധാന നില എന്തായിരിക്കും, സാധാരണ ജനങ്ങളുടെ ജീവൻ്റെയും സ്വത്തിൻ്റെയും അവസ്ഥ എന്തായിരിക്കും എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഏതായിരുന്നാലും UDF കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും അത് വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭങ്ങളുണ്ടാകും. വഖഫ് വിധി സംസ്ഥാന സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. എരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമായിരുന്നു. ഹൈക്കോടതി വിധി തങ്ങൾ മാനിക്കുന്നതായും PMA സലാം തൊടുപുഴയിൽ പറഞ്ഞു. ജീവകാരുണ്യ രംഗത്ത് DMSന്റെ പ്രവർത്തനം പ്രശംസനീയമെന്ന് PJ ജോസഫ് MLA. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി അധ്യക്ഷത വഹിച്ചു.
ജീവകാരുണ്യ രംഗത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് പി ജി ജോസഫ് MLA പറഞ്ഞു. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന രക്തദാന ഗ്രൂപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും ഇതുവഴി നിരവധി ആളുകൾക്ക് ഗുണം ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മനോജ് ആന്റണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി മാത്യു പൊന്നാട്ട്, സംസ്ഥാന ജനറൽ സെക്രട്ടറി KN മോഹനൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് PP ജോസഫ്, സംസ്ഥാന ട്രഷറർ CO ബൈജു, സംസ്ഥാന സെക്രട്ടറി രമണി ശശികുമാർ, കമ്മിറ്റി അംഗം വിലാസിനി അനിൽ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ സാമൂഹ്യ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഒരു സൊസൈറ്റിയാണ് ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റി DMS. ഈ ആംബുലൻസ് സർവീസിൻ്റെ സേവനം കൂടുതലായും കോട്ടയം മെഡിക്കൽ കോളേജ് ഭാഗത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സേവനം ഒരുക്കിയിട്ടുള്ളത്. പരിപൂർണമായി നമ്മളൊരു സേവന വ്യവസ്ഥയിലേക്ക് പോകാൻ നിലവിൽ നമുക്ക് കഴിയില്ല. എങ്കിലും ക്യാൻസർ കിഡ്നി പേഷ്യൻ്റ് ആളുകൾക്കൊക്കെ നമ്മൾ ഈ ആംബുലൻസ് സർവീസ് നിലവിലുള്ള തുകയുടെ പകുതി പൈസ മാത്രം വാങ്ങിച്ചുകൊണ്ട് നടത്തും എന്നുള്ളതാണ് നമ്മുടെ ഒരു തീരുമാനം. ഇത്തരം രോഗികളായ ആളുകൾക്ക് ഈ സംവിധാനം കൂടുതലായി ഉപയോഗപ്പെടുത്താം. 24 മണിക്കൂറും നമ്മുടെ ആംബുലൻസിൻ്റെ സർവീസ് മെഡിക്കൽ കോളേജ് ഭാഗത്തുണ്ടാവും. രാസലഹരിയുടെ പിടിയിലമരുന്ന കുട്ടികളെ രക്ഷിക്കാൻ കായിക രംഗത്തിന് മാത്രമേ കഴിയൂ എന്ന് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് കാൽവരി മൗണ്ടിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള 5 ഡേ ബോർഡിംഗ് സെന്ററുകളുടെ ഉദ്ഘാടനമാണ് കാൽവരി മൗണ്ട് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നത്. ഉടുമ്പൻചോല MLA MM മണി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെ എത്രത്തോളം സ്വാധീനിച്ചെടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് നല്ലവണ്ണം ശിശുവിയുടെ നിരീക്ഷിക്കുന്ന സംഭവവും അതോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളൊക്കെയുണ്ട്. പക്ഷെ ഇത് കാര്യങ്ങളായി രാസലഹരിയുടെ പിടിയിലാണ് നമ്മൾ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല. അത്തരത്തിലുള്ള ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നൊരു ബോധ്യം നല്ല തിരിച്ചറിവോടെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നേടാൻ നമ്മുടെ മാനസികാരോഗ്യ നിലയിൽ ബോധ്യപ്പെടുത്താൻ ശാരീരികമായി കായികക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് തകിടിയൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ്, CMI കോർപ്പറേറ്റ് മാനേജർ ഫാദർ ബിജു വെട്ടുകല്ലേൽ, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡിക്ടാജ് ജോസഫ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റീന സണ്ണി, ചെറിയാൻ കട്ടക്കയം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ സ്വാഗതവും കാൽവരി മൗണ്ട് സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് മണ്ണകത്ത് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ നേതൃസംഗമം സംഘടിപ്പിച്ചു. തൊഴുഴ ലബ്ബ സാക്കിബ് ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇടതു ദുർഭരണത്തിനെതിരായ വിധിയെഴുത്താകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടന്ന മുസ്ലിം ലീഗ് ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തൊട്ടാകെ UDF ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മുസ്ലിം ലീഗ് സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. അധികാര തുടർച്ചയ്ക്ക് ശേഷം നടന്ന എല്ലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ പാർട്ടി പരാജയപ്പെട്ടു. ഗണ്യമായി വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അധികാര തുടർച്ച കിട്ടിയ ആദ്യത്തെ വർഷമാണ് കുറ്റാക്കരയുണ്ടായത്. അവിടെ PT തോമസ് 15,000 വോട്ട് ജയിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി 25,000 വോട്ടിനെ ജയിക്കുന്നു. മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും അവിടെ ക്യാമ്പ് ചെയ്ത് 2 മാസക്കാലം പ്രവർത്തിച്ചിട്ടാണ് അവർ പോയത്. അത് കഴിഞ്ഞ് ആദരണീയനായ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ പുതുപ്പള്ളിയിൽ 9,000 വോട്ടിന് അവസാനമായി ഉമ്മൻചാണ്ടി ജയിച്ചെടുത്ത് 39,000 വോട്ടുകൾ ചാണ്ടിയോട് ജയിക്കുന്നു. അത് കഴിഞ്ഞ് പാലക്കാട് വന്നു. അതിപ്രഗത്ഭൻ എന്ന് വിശേഷിക്കപ്പെടുന്ന നമ്മുടെ ഷാഫി ജയിച്ചത് 1,400 വോട്ടിനാണ്. അവിടെ 18,000 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു. അതിനപ്പുറത്ത് ചേലക്കര 40,000 വോട്ടിന് ജയിച്ചെടുത്ത്
12,000 വോട്ടിന് ജയിച്ചു, 28,000 വോട്ട് അവിടെയും വന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് ഭരണത്തോട് ചെയ്തതിനു ശേഷം നടന്ന എല്ലാ യുദ്ധ പരിശോധനകളിലും ഇവർ പിറകിലാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. തൊടുപുഴ ലബ്ബ സാഹിബ് ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃയോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, ജില്ലാ നിരീക്ഷകനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ C ശ്യാം സുന്ദർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM അബ്ബാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ MS മുഹമ്മദ്, സലീം കൈപ്പാടം, ജില്ലാ ട്രഷറർ TK നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജംഇയ്യത്ത് ഉലമായെ ഹിന്ദ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കാരിക്കോട് നയനാരുപള്ളി ചീഫ് ഇമാം ഹാഫിൾ നൌഫൽ കൗസരിക്ക് യോഗത്തിൽ സ്വീകരണം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർക്കുധ്വനി 2025 തുടക്കമായി. സ്റ്റേജ് ഇതര മത്സരങ്ങൾക്കാണ് തുടക്കമായത്. സർക്കുധ്വനി 2025 ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ 15 നടക്കും. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗധ്വനി 2025 തുടക്കം കുറിച്ച് രചന, ചിത്രകല, ഡിജിറ്റൽ പെയിന്റിംഗ് തുടങ്ങിയ സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടന്നു. വർണ്ണം, താളം, ലയം തുടങ്ങി 15-ൽ പരം വേദികളിലായാണ് മത്സരങ്ങൾ നടന്നത്. ഇടുക്കി, തൃശൂർ, എറണാകുളം ജില്ലകളിലെ 100-ൽ പരം സ്കൂളുകളിൽ നിന്നുള്ള 1255 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 4 കാറ്റഗറികളിലെ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. സർഗധ്വനി 2025 ഔപചാരികമായ ഉദ്ഘാടനം ഒക്ടോബർ 15 തീയതിയും ബാൻഡ് ഡിസ്പ്ലേ മത്സരം 13 തീയതിയും മറ്റ് കലാമത്സരങ്ങൾ 16, 17, 18 തീയതികളിലുമാണ് നടക്കുക. ഒക്ടോബർ 18 തീയതിയാണ് സമാപന സമ്മേളനം. ഉദ്ഘാടന ചടങ്ങിലും സമാപന സമ്മേളനത്തിലും വിദ്യാഭ്യാസ, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക നായകന്മാർ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ തലത്തിലുള്ള ലഘുചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഹൈക്യൂ ഫിലിം ഫെസ്റ്റിവൽ തൊടുപുഴ ഡയറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. SIET കേരള ഡയറക്ടർ B അബുരാജ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ തലത്തിലുള്ള ലഘുചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഹൈക്കൂ ഫിലിം ഫെസ്റ്റിവൽ തൊടുപുഴ ഡയറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു. SIET കേരളയും ET ക്ലബ് ഡയറ്റ് ഇടുക്കിയും ചേർന്ന് തൊടുപുഴ ഫിലിം സൊസൈറ്റിയുടെയും പാലക്കാട് ഇൻസൈറ്റ് ഫിലിം സൊസൈറ്റിയുടെയും സഹകരണത്തോടെയാണ് ഈ ഏകദിന ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. SIET കേരള ഡയറക്ടർ B അബുരാജ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. നാനോ ഫൈബർ 10⁻⁶ ആണ്. നാനോ ഫൈബർ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സാധാരണ ഒരു ചെമ്പ് കമ്പിയിലൂടെ കടന്നു പോകുന്ന കണ്ടന്റിന്റെ ആയിരക്കണക്കിന് ഇരട്ടിയാണ് നാനോ ഫൈബറിലൂടെ പോകുന്ന ഉള്ളടക്കം. അതുപോലെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉപയോഗിക്കുന്ന നാനോ ഉപകരണങ്ങൾ വളരെ പ്രയാസമാണ് കാണാൻ. പക്ഷേ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർജറി നടത്തുന്നത് നാനോ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. അതുപോലെ സാഹിത്യത്തിലേക്ക് വന്ന് നമ്മളുടെ ഈ മിനി കഥകൾ എന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്ന കഥകൾ, അപ്പോൾ പുലിപ്പുഴ ശ്രീകുമാരനെ പോലെയുള്ള ആളുകൾ എഴുതിയിട്ടുള്ള ബുള്ളറ്റ് കവിതകൾ ഞാൻ അവർക്ക് ഉദ്ധരിക്കുന്നില്ല, കാരണം സമയം പോകുന്നുള്ളൂ. ഇതെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾ ഇതിനെടുത്ത് നോക്കിയാൽ മതി. വളരെ പവർഫുള്ളാണ്. ശക്തമായ ഒരാശയത്തെ ഏറ്റവും ശക്തമായി അവതരിപ്പിക്കുന്നത് വളരെ ദീർഘമായി എഴുതി പോകുന്ന കവിതകളോ കഥകളോ അല്ല. ഒരു ബുള്ളറ്റ് പോലെ നമ്മുടെ സംവേദനത്വത്തിലേക്ക് തുളഞ്ഞു കയറുന്ന ഇത്തരം കലാസൃഷ്ടികളാണ്. അതുതന്നെയാണ് ഈ ഹൈക്കൂവിൻ്റെ പ്രത്യേകത. ഹൈക്കൂ ശക്തമാവുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഹൈക്കൂ വളരെ വിപുലമായ ഒരു അർത്ഥതലം നമുക്ക് തുറന്നു തരുന്ന കവിതകളാണ്. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഹൈക്കൂ ഫിലിം മേക്കർ വിൻസെന്റ് വാനൂർ മുഖ്യ പ്രഭാഷണം നടത്തി. ഫിലിം സൊസൈറ്റീസ് ഫെഡറേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ മേതിൽ കോമളൻകുട്ടി, UA രാജേന്ദ്രൻ, ഡയറ്റ് ലെക്ചറർ അനിരുദ്ധ് രാമൻ എന്നിവർ പ്രദർശനത്തിനും തുടർന്നുള്ള ചർച്ചകൾക്കും നേതൃത്വം നൽകി. ഫിലിം സൊസൈറ്റി ഭാരവാഹികളായ അനിത മുരളി, MI സുകുമാരൻ, ഡയറ്റ് ഫാക്കൽറ്റി ജോർജ് എബ്രഹാം എന്നിവർ ആശംസകൾ നേർന്നു. പ്രകൃതിയിൽ നിന്നും പകർത്തിയ ഹൈക്കൂ ചിത്രങ്ങൾ, 1 മിനിറ്റിൽ താഴെയുള്ള മൈന്യൂട്ട് ചിത്രങ്ങൾ, 5 മിനിറ്റിൽ താഴെയുള്ള ഹ്രസ്വ ചിത്രങ്ങൾ എന്നിവയാണ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യൂറോപ്യൻ നിലവാരത്തിൽ പോർക്കിറച്ചി ലഭിക്കുന്ന വെൺമണി ഫാം ശ്രദ്ധ ആകർഷിക്കുന്നു. ഹോട്ടൽ വേസ്റ്റ് ഭക്ഷണമായി നൽകാത്തതുകൊണ്ട് രോഗങ്ങളില്ലാത്ത ആരോഗ്യമുള്ള പന്നികളാണ് ഫാമിലുള്ളത്. അതുകൊണ്ടാണ് വെൺമണി ഫാമിലെ പോർക്കിറച്ചി ഏറ്റവും മികച്ചതാകുന്നത്.
പന്നി ഫാം എന്നാൽ ഹോട്ടൽ വേസ്റ്റ് തള്ളുവാനുള്ള ഇടമായാണ് പലരും കാണുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറി സമീകൃത ഭക്ഷണം നൽകിയാണ് വെൺമണി ഫാമിൽ പന്നികളെ വളർത്തുന്നത്. അതിനാൽ രോഗങ്ങൾ കുറവാണ്. രോഗങ്ങളില്ലാത്തതിനാൽ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. സ്വാഭാവികമായി ആരോഗ്യമുള്ള പന്നികൾ വളരുകയും ഏറ്റവും മികച്ച ഇറച്ചിയും ലഭിക്കും. പന്നി ധാരാളം ഉപയോഗിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെയ്യുന്നതും ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് പ്രവാസിയായ ജോസഫ് പറയമ്പള്ളിൽ കേരളത്തിലും ഈ രീതി അവലംബിക്കുവാൻ തയ്യാറായത്. ലാഭമല്ല, മികച്ച ഇറച്ചി നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടതെന്നും മാനേജ്മെന്റ് പറയുന്നു. വെൺമണി ഫാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള പന്നി ഫാമിനെ അപേക്ഷിച്ച് ഞങ്ങൾ ഹോട്ടൽ വേസ്റ്റ് കൊടുക്കുന്നില്ല. പന്നി ഫീഡ് മാത്രം കൊടുത്ത് വളർത്തുന്നതാണ്. സാധാരണ എല്ലായിടത്തും ഹോട്ടൽ വേസ്റ്റ് കൊടുക്കും. നമ്മൾ ഹോട്ടൽ വേസ്റ്റ് ഇതുവരെ കൊടുക്കുകയില്ല. പന്നി ഫീഡ് മാത്രം ഉപയോഗിച്ച് ഹൈടെക് രീതിയിൽ വളർത്തുന്ന പന്നിയാണ്. അതുകൊണ്ട് ഇറച്ചിക്ക് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. മറ്റുള്ള ഇറച്ചികളാണെങ്കിലും വ്യത്യസ്തമാണ്. രുചി വ്യത്യാസങ്ങളുണ്ട്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിലാണ് ഞങ്ങൾ പന്നിയെ വളർത്തുന്നത്. യൂറോപ്പിൽ ഹോട്ടൽ വേസ്റ്റ് കൊടുക്കാൻ നിയമമായിട്ട് അനുവാദമല്ല. ആ സെയിം സ്റ്റാൻഡേർഡിൽ സെയിം സിസ്റ്റത്തിലാണ് ഞങ്ങൾ ഇവിടെ പന്നിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കസ്റ്റമേഴ്സ് വാങ്ങിച്ച ആൾക്കാർ റിപ്പീറ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇതൊന്നും ഉപയോഗിച്ചാൽ അവർക്ക് സാധാരണ പന്നിയെ വെച്ച് സ്ഥിരം ഉപയോഗിക്കുന്ന ആൾക്ക് ഇതിന്റെ ടേസ്റ്റ് വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇറച്ചികൾ തണുപ്പിച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ അതിൽ ബാക്ടീരിയകൾ അതിവേഗം വളരുകയും അങ്ങനെയുള്ള ഇറച്ചി നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് സൂക്ഷിക്കുന്നത്. പോർക്ക് വിഭവങ്ങൾ വിളമ്പുന്ന തൊടുപുഴയിലെ പോർക്ക് ആൻഡ് ഫോർക്ക് വെൺമണി ഫാംസിന്റെ ഔട്ട്ലെറ്റ് ആണ്. ഇവിടെ ഏറ്റവും മികച്ച ഇറച്ചിയാണ് ലഭിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു. ഇടയ്ക്കെല്ലാം വരുന്നതാണ്. വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കയറുന്നതാണ്. കയറി വളരെ രുചികരമായ ഇറച്ചിയാണിത്. മറ്റുള്ള ഇതിന് മേടിക്കുന്ന പോലെയല്ല. വളരെ ടേസ്റ്റിയാണ് സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്ന വഴിക്ക് ഇവിടെ വണ്ടി ഇറങ്ങി മേടിച്ചുകൊണ്ട് പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടുന്ന്. ശരിക്കും ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ വന്ന് സാധനം അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അവിടുന്ന് കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് തോന്നി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോൾ ഇന്നൊരു മനസ്സമ്മതം ഉണ്ടായിരുന്നു ഇവിടെ. അതിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വിളിച്ചു പറഞ്ഞു ആ പന്നി വീട്ടിൽ വേണം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. ഞങ്ങൾ അവിടെ അങ്ങോട്ടല്ലേ ഇവിടെ വന്നത്. കാഞ്ഞിരപ്പള്ളി സാധനം കിട്ടി, അങ്ങോട്ടാണ് ഇവിടെ വന്നത്. അപ്പം ഇങ്ങനെ എൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു അത് കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങോട്ട് ഇവിടെ വന്നു, അത് വാങ്ങിച്ചു പോവാണ്. പോർക്ക് മീൻസും കറിക്കായി കട്ട് ചെയ്തതും ഗ്രിൽ ചെയ്യാനായി കട്ട് ചെയ്തതും ഇവിടെ നിന്നും ലഭിക്കും. കൂടാതെ പ്രീ മാരിനേറ്റഡ് പോർക്കും ലഭിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാറമടകൾക്കെതിരെ നാട്ടുകാർ രംഗത്ത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ 5 പാറമടകളാണ് ഖനനത്തിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. വെറും 1-2 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വന്നേക്കാവുന്ന ഒരു വാർഡിൽ മാത്രമാണ് ഇത്രയും പാറമടകൾ വരുന്നത്. അധികാരികൾ ഇടപെട്ട് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്ന് സമരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ 1-ാം വാർഡിൽ 5 പാറമടകളാണ് ഖനനത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. വെറും 1-2 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വന്നേക്കാവുന്ന ഒരു വാർഡിൽ മാത്രമാണ് ഇത്രയും പാറമടകൾ വരുന്നത് എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. കുറെ കാലമായി ഇവിടെ പാറമടയ്ക്കായി ഊർജിത ശ്രമമാണ് പിന്നണിയിൽ നടക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. 30 ഡിഗ്രിയിലധികം ചെരുവുള്ള കൊക്കയുള്ള പ്രദേശങ്ങളിൽ പാറ ഖനനം ചെയ്യുന്നതിന് അനുമതിയില്ലത്രേ. തന്നെയുമല്ല, പാറമടയിൽ ഖനനം നടന്നാൽ പുറംതള്ളപ്പെടുന്ന പൊടിപടലങ്ങളും സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുമെല്ലാം മുതിയാമല പുല്ലൂന്നുപാറ താഴ്വരയുടെ തൊട്ടുചേർന്നുള്ള മലങ്കര ജലാശയത്തിൽ ലയിച്ചു ചേരാനും സാധ്യതയേറെയാണ്. ഇത് ജലാശയത്തിലെ മത്സ്യസമ്പത്തിനും ഇതിനോട് ചേർന്നുള്ള കുടിവെള്ള പ്രോജക്റ്റുകൾക്കും ഭീഷണിയുമാകും. 2020 ഏപ്രിൽ 9 രാത്രിയിൽ പുല്ലൂന്നുപാറയുടെ ഒരു ഭാഗം അടർന്നു വീണത് ജനങ്ങൾ ഭീതിയോടെയാണ് ഓർക്കുന്നത്. 5ഓളം പാറമടകൾ പ്രവർത്തനം ആരംഭിച്ചാൽ ഉഗ്രസ്ഫോടനങ്ങളുടെ കുലുക്കം മൂലം മലമുകളിൽ നിന്നും വീഴാറായ വൻകല്ലുകൾ താഴേക്ക് പതിക്കുമെന്ന് താഴ്വാര നിവാസികൾ പറയുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ ആനക്കയം ബേസിലായിട്ട് പുല്ലൂന്നുപാറ പാറ ഉൾപ്പെടെ മുതിയാമല ഔറാസിറ്റി വരെ വരുന്ന സ്ഥലത്ത് ഏകദേശം 5 പാറമട വരാനുള്ള ഒരുക്കങ്ങൾ പിന്നണിയിൽ നടക്കുന്നു. ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിൻ്റെ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ പറയുമ്പോൾ ഈ കൊടിയത്തൂർ പഞ്ചായത്തിനെ മാത്രം ബേസിലായിട്ട് ഇത് പറയാൻ പറ്റുകയില്ല. ഇതിൻ്റെ ഈ പാറയുടെ ഘടന വെച്ച് നോക്കുമ്പോൾ അതൊരു പിരമിഡ് പോലെ വന്നിട്ട് 2 സൈഡിലോട്ടും വരുമ്പോൾ അത് വെള്ളിയാമറ്റം പഞ്ചായത്തിനെയും ബാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രകമ്പനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്ഭവസ്ഥാനം മുതൽ ഒരു 10 കിലോമീറ്റർ വരെ ഇത് വരാം. ഇത് ഇവിടെ വരുന്നാൽ നമ്മുടെ റോഡിൽ വണ്ടികൾ വലിയ ടോറസ് ഓടി നമ്മുടെ റോഡുകൾ മുഴുവൻ നശിക്കുന്നു. സ്വൈര്യ ജീവിതത്തിന്, അതായത് റോഡ് സൈഡിലുള്ള വീടുകൾക്ക് വരെ ഇതിൻ്റെ ക്ഷതമുണ്ട്. കാരണം ഈ വലിയ ലോഡുമായിട്ട് പോകുന്ന ലോറികൾ പോയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കുലുക്കം അനുഭവപ്പെടുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ കൃത്യമായ രീതിയിൽ ഇതിന് ഉത്തരവാദിത്തം കാണിക്കുകയും ഈ പ്രതിഷേധം പരിഗണിച്ച് ഇതെല്ലാം സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ പാറ ഉരുണ്ട് പോന്നു കഴിഞ്ഞാൽ അഞ്ചിരിയിൽ പൊട്ടിക്കുന്നതിൻ്റെ ഖനനം ഈ മുതിയാമല പാറ ഇളകി 1 വർഷം മുന്നും കല്ലുകൾ താഴോട്ട് പതിച്ചതാണ്. അപകടങ്ങളൊന്നും ദൈവം സഹായിച്ചൊന്നും ഉണ്ടായില്ല. ഇതേ കമ്പനം തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് വെള്ളിയാമറ്റം പഞ്ചായത്തിലേക്കാണ് ഈ പാറകൾ കൂടുതലും ചെരിഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ടും ചെരിഞ്ഞിരിക്കുകയാണ്. ഈ 2 പഞ്ചായത്തിൽ
ജനവാസമുള്ള മേഖലയിൽ പാറമടയ്ക്ക് അംഗീകാരം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെട്ടതും അതുപോലെ മണ്ണ് ഉറപ്പില്ലാത്ത മണ്ണും ഇളക്കമുള്ള പാറകൾ നിറഞ്ഞ പ്രദേശവും 30 ഡിഗ്രിക്ക് മേലെ ചെരിവുള്ള പ്രദേശവുമാണ്. ഇവിടെ റെഡ് സോണിൽ ഉൾപ്പെട്ട സ്ഥലമാണെന്ന് ജിയോളജി വകുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2019 ഈ മലയുടെ മേലിൽ നിന്നും വലിയ പാറകൾ താഴ്വരയിലേക്ക് അടർന്നു വീഴുകയും ഇതുപോലെയുള്ള മറ്റനവധി പാറകൾ ഈ മലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പാറമടയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പാറമടയിൽ നിന്നുണ്ടാകുന്ന പ്രകമ്പനം തീർച്ചയായിട്ടും ഈ മലയെ അപകടകരമായിട്ട് ബാധിക്കുകയും ഈ ഇളകിയിരിക്കുന്ന പാറകളെല്ലാം താഴ്വരയിലേക്ക് അടർന്നു വീഴാനും അതുപോലെ ഈ ഇളക്കമുള്ള മണ്ണും ഇതുമായതുകൊണ്ട് തീവ്ര മഴകൾ പെയ്യുമ്പം ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യതകൾ ഉണ്ടാകാനും ഭയങ്കരമായ സാധ്യതയാണുള്ളത്. ഇതിൻ്റെ താഴ്വരയിൽ നിരവധി കുടുംബങ്ങൾ, താഴ്വരയെ മാത്രമല്ല മലയുടെ പല പ്രദേശങ്ങളിലും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന മുതിയാമലയുടെ കീഴ്ക്കാംതൂക്കായ മറുവശം വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ്. പാറ പതിച്ചാൽ ഇവിടെയും നാശനഷ്ടങ്ങളുണ്ടാകും. അധികാരികൾ ഇടപെട്ട് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് പരിഹാരം കാണണമെന്ന് സമരസമിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ കൺവീനർ സാബു തെങ്ങുംപിള്ളി, പ്രസിഡന്റ് യൂസഫ് കളപ്പുര, സെക്രട്ടറി ബിൻ സെബാസ്റ്റ്യൻ കല്ലാറ്റ്, ട്രഷറർ രാജു, ശ്രീബ പ്രദീപ് മഠത്തിൽ, സതീശൻ പാണാപറമ്പിൽ, കൃഷ്ണൻകുട്ടി കൊല്ലിയിൽ, ദേവസ്യ കൊച്ച്, രാജീവ് മഠത്തിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളിയാമറ്റം, ഉടുമ്പന്നൂർ, വണ്ണപ്പുറം പഞ്ചായത്തുകളിൽ പട്ടയം അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് പറഞ്ഞു. കേരള യൂത്ത് ഫ്രണ്ട് വെള്ളിയാമറ്റം മണ്ഡലം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമണ്ണൂർ തഹസിൽദാർ ഓഫീസിൽ ചിതലരിച്ച അവസ്ഥയിലാണ് അപേക്ഷകൾ ഏറെയുമെന്ന് അബു ജോൺ ജോസഫ് കുറ്റപ്പെടുത്തി. വെള്ളിയാമറ്റം, ഉടുമ്പന്നൂർ, വണ്ണപ്പുറം പഞ്ചായത്തുകളിൽ പട്ടയം അനുവദിക്കണമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വനമേഖലയിലെ പട്ടികവർഗ്ഗക്കാർക്ക് ഉൾപ്പെടെ പട്ടയം നൽകാൻ ആയിരക്കണക്കിന് അപേക്ഷകളാണ് CPM നേതൃത്വത്തിൽ വാങ്ങിയത്. കരിമണ്ണൂർ തഹസീൽദാർ ഓഫീസിൽ ചിതലരിച്ച അവസ്ഥയിലാണ് അപേക്ഷകളിലേറെയുമെന്ന് അബു ജോൺ ജോസഫ് കുറ്റപ്പെടുത്തി. വനവിസ്തൃതി വർദ്ധിപ്പിക്കലല്ലാതെ പട്ടയ നടപടികൾ കൈക്കൊള്ളാത്ത സർക്കാരാണ് രണ്ടാം പിണറായി സർക്കാരെന്ന് അബു ജോൺ ജോസഫ് ചൂണ്ടിക്കാട്ടി. കേരള യൂത്ത് ഫ്രണ്ട് വെള്ളിയാമറ്റം മണ്ഡലം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ചെമ്പകത്തിനാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി M. മോനിഞ്ചൻ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബ്ലെയ്സ് G. വാഴയിൽ, റെജി ഓടക്കൽ, ജോസ് മാത്യു, ക്ലെമന്റ് ഇമാനുവൽ, ജെയ്സ് ജോൺ, പ്രദീപ് ആക്കപ്പറമ്പിൽ, ഷാജി മുതുകുളം, അജിത് വരിക്കമാക്കൽ, ബിലാൽ സെയ്ദ്, സന്തോഷ് കുന്നേൽ, ജിതിൻ തെക്കേൽ, ആൽബിൻ തോമസ് അലകനാൽ, സച്ചിൻ സിൽജോ ചൂരക്കാട്ട്, എലേന റെജി, അഖിൽ മധു, ജിത്തു ജോജോ, അഗസ്റ്റിൻ കുടിലിൽ, കെവിൻ റോയ്, അൻവർ ജബ്ബാർ, മാത്യു ബെന്നി കിഴക്കേപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. BJP വണ്ണപ്പുറം മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 14 രാവിലെ 10 മണിക്ക് കാളിയാർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. BJP നേതാക്കന്മാർക്കെതിരെ കാളിയാർ പോലീസ് കള്ളക്കേസ് എടുത്തുമെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഭാരതീയ ജനതാ പാർട്ടി വണ്ണപ്പുറം മുള്ളരിങ്ങാട് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 14 തീയതി രാവിലെ 10 മണിക്ക് കാളിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. മാർച്ച് പാർട്ടിയുടെ ദേശീയ സമിതി അംഗം ശ്രീ PC ജോർജ് XMLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രഭാരി അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ജില്ലാ പ്രസിഡന്റ് ശ്രീ PP സാനു, മണ്ഡലം പ്രസിഡന്റ് ശ്രീ S. പ്രമോദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അഭിവാദ്യ പ്രസംഗങ്ങൾ നടത്തും. കഴിഞ്ഞ 3-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ 2 വീലർ വിളംബര റാലി, പഞ്ചായത്ത് ഓഫീസ് മാർച്ചിനും പദയാത്രകൾക്കും മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടി വണ്ണപ്പുറം ടൗണിലൂടെയുള്ള മൂവാറ്റുപുഴ വണ്ണപ്പുറം പബ്ലിക് റോഡിലൂടെ പ്രയാണം നടത്തിയപ്പോൾ LDFന്റെ 40-ൽ താഴെ ആളുകൾ പങ്കെടുത്ത ഒരു പൊതുയോഗത്തിന്റെ മുമ്പിലൂടെ സഞ്ചരിച്ചു എന്ന കാരണത്താൽ കാളിയാർ പോലീസ് CPM ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ ഭാഗമായി BJPയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് കുമാർജിക്കും 20ഓളം പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, മൈക്ക് സാങ്ഷൻ ഉൾപ്പെടെയുള്ള നിയമപരമായ എല്ലാ അനുമതിയും വാങ്ങി നടത്തിയ പരിപാടിയിൽ എല്ലാ പ്രോഗ്രാമും അവസാനിപ്പിച്ച് മൈക്ക് ഓഫ് ചെയ്ത് തിരിച്ചുപോയ അനൗൺസ്മെന്റ് വാഹനം കാളിയാർ സബ് ഇൻസ്പെക്ടറായ NB എൽദോസ് തടഞ്ഞു നിർത്തുകയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വാശി പിടിക്കുകയും ചെയ്തു. പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് അത് നടന്നില്ല എങ്കിൽ പോലും യാതൊരു ഒഫൻസും ചെയ്യാതിരുന്ന ഡ്രൈവറെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ശ്രമം നടത്തുകയും ചെയ്തു. ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത പരിപാടി CPMഉം CPIയും കേരള കോൺഗ്രസും എല്ലാവരും കൂടി നടത്തിയ പരിപാടിയിലെ പങ്കാളിത്തം കുറഞ്ഞതും
BJPയുടെ വണ്ണപ്പുറത്തെ മുന്നേറ്റവുമാണ് ഇത്തരത്തിൽ കള്ളക്കേസ് എടുക്കാൻ പ്രേരിപ്പിച്ചത്. CPMന്റെ പാദസേവ ചെയ്യുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചും വണ്ണപ്പുറം കാളിയാർ മേഖലയിൽ നിരവധി ദിവസങ്ങളായി നടക്കുന്ന തുടർച്ചയായ മോഷണങ്ങളിൽ മോഷ്ടാക്കളെ പിടിക്കാത്ത പോലീസിന്റെ ഇൻഎഫിഷ്യൻസിക്കെതിരെയും അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ പരാതികൾക്ക് യാതൊരു തീർച്ചയും മൂർച്ചയും തീരുമാനങ്ങളുമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ കാളിയാർ പോലീസ് സ്റ്റേഷനിലെ ചില പോലീസ് ഓഫീസർമാരുടെ അഴിമതിയും കൈക്കൂലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങളുടെ ഈ മാർച്ചിന് ആധാരമായ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ്. ഈ കാരണങ്ങളെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നൂറുകണക്കിന് BJP പ്രവർത്തകർ പങ്കെടുക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ച് ഒക്ടോബർ 14 തീയതി വണ്ണപ്പുറം അമ്പലപ്പടിയിൽ നിന്നും ആരംഭിക്കുന്നത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ശ്രീ PC ജോർജ് സംസാരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് നാട്ടിലെ മുഴുവൻ ബഹുജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPയെയും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയും അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ നരനായാട്ട് നടത്തിയ പോലീസ് നടപടി പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഉപരോധ സമരം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MPയെയും കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനെയും അടക്കം നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ നരനായാട്ട് നടത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. ഉപരോധ സമരം കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് മനോജ് മുരളി ഉദ്ഘാടനം ചെയ്തു. ഒരു വിശ്വാസമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. നാളുകളിൽ പിണറായി വിജയൻ തന്നെ കേരളം ഭരിക്കുന്നു. കേരളത്തിലെ വിശ്വാസികളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായ ശബരിമല അയ്യപ്പന്റെ സ്വർണം കാക്കാൻ കഴിവില്ലാത്ത കേരളത്തിലെ പോലീസും കേരളത്തിലെ ഭരണാധികാരികളും അതിൽ നിന്ന് ജനശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ഷാഫി പറമ്പിലിനെ, ശ്രീ പ്രവീണിനെ അടക്കം നിരവധി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കണ്ണൂരില് അതുപോലെ തിരുവനന്തപുരത്ത് എറണാകുളത്ത് അടക്കം ഇന്നലെ രാത്രി ലാത്തിച്ചാർജ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയത്. യാതൊരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ട് എണ്ണി ഇതിന് മറുപടി പറയപ്പെട്ടുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സിജു ചാക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. KA മാത്യു, പ്രശാന്ത് രാജു, ആൽബിൻ മണ്ണംചേരി, രാജൻ കാലാച്ചിറ, സജിമോൾ ഷാജി, ജിതിൻ ഉപ്പമാക്കൽ, ഷമേജ് K ജോർജ്, PS മേരിദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മണിയാറൻകുടിയിൽ നടന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. പോലീസിനെ CPM ഗുണ്ടകളാക്കി മാറ്റിയെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. ദ്രാവിഡ മുന്നേറ്റ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നടത്തി. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. രാസലഹരിയുടെ പിടിയിൽ അമരുന്ന കുട്ടികളെ രക്ഷിക്കാൻ കായിക രംഗത്തിന് മാത്രമേ കഴിയൂ എന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന സെൻട്രൽ കേരള സഹോദയ കലോത്സവം സർഗധ്വനി 2025 തുടക്കമായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.